മാറ്റി CPU ഒക്കെ തന്നെ ആക്കണം. എൻ്റെ സെറ്റിങ്സ് ആക്കണം. പുതിയ ബ്ലെൻഡർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് എങ്ങനെ ഉണ്ടാവും അതുപോലെ ആക്കണമെന്നുണ്ടെങ്കിൽ ഫയൽ വന്നിട്ട് ഡിഫോൾട്ടിൽ വന്നിട്ട് ലോഡ് ഫാക്ടറി സെറ്റിംഗ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ S1 ആയിരിക്കും. ലോഡ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എല്ലാം പോയി. ഇപ്പോൾ ഏറ്റവും ഫ്രഷിലേക്ക് വന്നു, ഏറ്റവും പഴയതിലേക്ക് വന്നു. ഇപ്പോൾ കണ്ടോ ഇവിടെ EVയിലാണ് കിടക്കുന്നത്. EV മാറ്റി ഞാൻ സൈക്കിൾ ആക്കിയാൽ തന്നെ ഇപ്പോൾ CPU-ലാണ് കിടക്കുന്നത്. GPU ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നു, ആ GPU ആക്കണം. ഞാൻ GPU ആക്കുന്നു. അതേപോലെ തന്നെ എഡിറ്റിൽ വന്ന് പ്രിഫറൻസിൽ വന്നിട്ട് ഇവിടെ ക്യൂടെ നോണിലപ്പോൾ കിടക്കുന്നത് ഞാൻ ഒപ്റ്റിക്സ് തന്നെ എടുത്ത് ഓക്കെ ഞാൻ ഇവിടെ സേവ് ചെയ്യണം. സേവ് പ്രിഫറൻസ് ക്ലിക്ക് ചെയ്തു, ക്ലോസ് ചെയ്തു. അപ്പോൾ അത്യാവശ്യം വേണ്ട കാര്യം ഞാൻ ഫസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഷോർട്ട് കട്ട് സെറ്റ് ചെയ്യാണ്ട്. ഇപ്പോൾ നമ്മൾ സ്പേസ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഇത് റണ്ണാവും. നമുക്ക് സ്പേസ് അറിയാണ്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് റണ്ണാവുന്നത് ചെറിയ ബുദ്ധിമുട്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി യൂട്യൂബിൽ 3 ക്ലാസ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ പറ്റുകയാണെങ്കിൽ ആ ബേസിക് അതൊന്ന് പോയിട്ട് ഇതന്നെ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ അതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങൾ അതൊന്ന് കാണുക. അത് റെക്കോർഡ് ക്ലാസ് പോലെ തന്നെയാണ്. ഫസ്റ്റ് അതൊന്ന് കാണുക. അതല്ലാണ്ട് നമ്മൾ വേറെ റെക്കോർഡ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യാം. എന്നാൽ അത് കണ്ടിട്ട് ഈ കാര്യങ്ങൾ ബേസിക് ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിൽ കാണാനുള്ളത്. അതൊന്ന് കണ്ട് ക്ലിയർ ആക്കുക. പിന്നെ ഇപ്പം നിങ്ങളിപ്പോൾ കുറേ കാര്യങ്ങൾക്ക് പുതിയതായതുകൊണ്ട് കുറേ കൺഫ്യൂഷനൊക്കെ വരും. അതൊന്നും പ്രശ്നമാക്കണ്ട. ഇപ്പം എൻ്റെ നമ്പർ നിങ്ങളിൽ ഉണ്ടല്ലോ, അപ്പോൾ മെസ്സേജ് അയയ്ക്കുക. അതിൽ ഞാൻ ക്ലാരിറ്റി വരുത്തി തരാം. എല്ലാ കാര്യങ്ങളും ശരിയാക്കാൻ നമുക്ക് മാക്സിമം നോക്കാം. ഓക്കെ, ഇനി നമ്മൾ ഇതിലേക്ക് റിട്ടേൺ പോവാണ്. നമ്മളെ ഒരു പ്ലാൻ. ഇപ്പം ഞാൻ ആദ്യം CAD കാണിച്ചു തരാം. CADിലേക്കാണ് നമ്മൾ റിട്ടേൺ പോകുന്നത്. ഇതാണ് CAD ഫയൽ. CADിൽ നമുക്ക് ഒരു വാർഡ്രോബാണ്, സ്കേർട്ടിങ് ഉണ്ട്, അതുപോലെ പ്ലാൻ ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. അപ്പോൾ CAD ഇപ്പോൾ DWG ഫോർമാറ്റിലാണ് സംഭവം കിടക്കുന്നത്. എനിക്കത് DXF ഫോർമാറ്റിലേക്ക് മാറ്റണം. നമ്മൾ ബ്ലെൻഡറിലേക്ക് കൊണ്ടുപോകുന്നതിന് മുന്നേ DX ഫോർമാറ്റിലേക്ക് മാറ്റണം. അപ്പോൾ സേവ് ആസ് ക്ലിക്ക് ചെയ്യുക. സേവ് ആസ് ക്ലിക്ക് ചെയ്തിട്ട് ഡ്രോയിങ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് DWG മാറ്റിയിട്ട് DXF എടുക്കുക. 2018 13 ഏതെങ്കിലും. ഞാനിപ്പോൾ 18 എടുത്തു. ഞാനിപ്പോൾ എൻ്റെ ഡൗൺലോഡ്സിൽ തന്നെയാണ് ഇത് സേവ് ചെയ്യുന്നത്. ബ്ലെൻഡർ ക്ലാസ് എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്. സേവ്. ഓക്കെ, അത് ഞാൻ സേവ് ചെയ്തു. ഇപ്പോൾ എൻ്റെ ബ്ലെൻഡറിലേക്ക് തിരിച്ചു വരാം. പുതിയ വർഷം ബ്ലെൻഡർ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു സംഭവം കിടക്കണം. ഒരു നിങ്ങൾക്ക് ഇത് കാണാല്ലേ, ഒരു എന്തെന്ന് പറയുക, ഒരു ഗ്ലോബ്. ആ ഗ്ലോബ് ക്ലിക്ക് ചെയ്യുക. അതല്ലെങ്കിൽ നമ്മളെ ഗ്ലോബ് ഇപ്പോൾ ഇവിടെ ഒരു ഇൻറ്റു മാർക്ക് എടുക്കുന്നുണ്ട്. ഇൻ്റർനെറ്റ് ആക്സസിബിൾ ഓഫാണ്, ആക്സസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് കാണിക്കുന്നത്. ഗ്ലോബ് നോ ഇൻ്റർനെറ്റ് ആണ് അതിൻ്റെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രിഫറൻസിൽ വന്നിട്ട് ഈ ഗെറ്റ് എക്സ്റ്റൻഷൻ എന്നുള്ള ഭാഗമുണ്ട്. അതായത് ആഡ് ഓൺസ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന ഭാഗമാണ് ഗെറ്റ് എക്സ്റ്റൻഷൻ. ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും, ഇൻ്റർനെറ്റ് ആക്സസ് റിക്കോർഡാണ് ആക്സസ് ചെയ്യട്ടെ എന്നാണ്. അപ്പോൾ എലോ ഓൺലൈൻ ആക്സസ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ കണ്ട ഇവിടുന്ന് ലോഗോ മാറി ഇൻ്റർനെറ്റിൻ്റെ ചിഹ്നം വന്ന് ഇപ്പോൾ സക്സസ് ആണ്. 7 അപ്ഡേറ്റ് കിടക്കുന്നുണ്ടാണ് ഈ 7 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് 3 കാണുന്നുള്ളൂ. എന്തായാലും 7 ഇവിടെ കാണിക്കുന്നുണ്ട്. നമ്മൾ ഇവിടുന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റിഫ്രഷ് ഇൻസ്റ്റാൾ ഓൾ അപ്ഡേറ്റ്സ്, ഇൻസ്റ്റാൾ അവൈലബിൾ അപ്ഡേറ്റ്സ് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഓരോന്നും സിംഗിളായിട്ട് അപ്ഡേറ്റ് ചെയ്യാം. കൂടാണ്ട് ഇമ്പോർട്ട് CAD പറഞ്ഞിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണണ്ട. ഓക്കെ, ഇമ്പോർട്ട് CAD ഈ എക്സ്റ്റൻഷനിൽ വരുന്നതാണ്. അപ്പോൾ അത് നമ്മളെ ആഡ് ഓൺസിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിലുണ്ടോ നോക്കട്ടെ. ഞാൻ CAD എന്ന് ഞാൻ സെർച്ച് ചെയ്ത് നോക്കുകയാണ്. ഓക്കെ, ഇതിലുണ്ട് ഇമ്പോർട്ട് CAD. ഇതില്ലെങ്കിൽ ഗെറ്റ് എക്സ്റ്റൻഷനിൽ വന്നിട്ട് ഞാൻ പറഞ്ഞ ഈ ഭാഗത്ത് വന്നാൽ ഇവിടെ ഇങ്ങനെ ഇൻസ്റ്റാൾ എടുക്കുന്നുണ്ടാവും. ഇപ്പോൾ ചിലതിനൊക്കെ നിങ്ങൾക്ക് കാണാം. ഇതൊക്കെ ഓൾറെഡി ഉള്ളത് കൊണ്ടാണ് തോന്നുന്നുണ്ട് കാണാത്തത്. പുതിയതൊക്കെ ആണെങ്കിൽ കണ്ട ഇൻസ്റ്റാൾ എടുക്കണില്ലേ, ഇതുപോലെ ഇൻസ്റ്റാൾ വരും നിങ്ങളുടെ ഈ ഇമ്പോർട്ടൻ്റ് അവിടെ. ഓക്കെ, ആ ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്താൽ ഒരു ബട്ടൺ ഉണ്ടാവും. ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്പോർട്ട്. ഇനി അഥവാ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളിവിടെ സെർച്ച് ചെയ്യുക CAD ഇമ്പോർട്ടർ എന്ന് ടൈപ്പ് ചെയ്താൽ DXF എന്ന് ടൈപ്പ് ചെയ്താലും മതി. DXF എന്ന് ടൈപ്പ് ചെയ്താലും സംഭവം കിട്ടും. അപ്പം നമ്മൾ അത് എന്ത് ചെയ്യുക, ഇൻസ്റ്റാൾ കൊടുക്കുക. ഇവിടെ കാണുന്ന പോലെ തന്നെ ഇൻസ്റ്റാൾ ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യും. അപ്പം നിങ്ങൾക്ക് പിന്നെ അത് ഇവിടെ കിട്ടും. ഈ ആഡ് ഓൺസിൽ വന്നിട്ടുണ്ടാവും. അതൊന്ന് ഓൺ ആക്കിയിടുക. ഇപ്പോൾ ടിക്ക് ഇട്ടപ്പോഴാണ് അത് ആക്റ്റീവ് ആയത്. ഇതുവരെ ഇൻആക്റ്റീവ് ആണ്, ഇപ്പോൾ ആക്റ്റീവായി. സേവ് പ്രിഫറൻസ് കൊടുക്കുക. ഓക്കെ, സേവ് പ്രിഫറൻസ്. ഇതൊക്കെ ഈ CAD ഇമ്പോർട്ടൻ്റ് കാര്യം ഞാൻ യൂട്യൂബ് എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള ഡൗട്ടാണ്. കുഴപ്പമില്ല, നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ വാട്സപ്പിൽ ഇപ്പോൾ തൽക്കാലം മെസ്സേജ് അയച്ചോളൂ, ഞാൻ ക്ലിയർ ആക്കി തരുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് നിങ്ങൾ നോർമലി ഇമ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ ഫയൽ വരുന്നു, ഇമ്പോർട്ട് കൊടുക്കുന്നു. ഇമ്പോർട്ട് DXF ഫയൽ AutoCAD ക്ലിക്ക് ചെയ്യുന്നു. ഡൗൺലോഡ്സിൽ വരുന്നു. നമ്മൾ ബ്ലെൻഡർ ക്ലാസ് ക്ലിക്ക് ചെയ്യുന്നു. ഇത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ബ്ലെൻഡർ ക്ലാസ് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇമ്പോർട്ട് ടെക്സ്റ്റും ഇമ്പോർട്ട് ലൈറ്റും ഓഫ് ചെയ്യാം. ഓക്കെ, അതിൻ്റെ ആവശ്യമില്ല. അത് ബുദ്ധിമുട്ടുണ്ടാക്കുള്ളൂ, അതുകൊണ്ട് അത് ആവശ്യമില്ല. പിന്നെ സ്കെയിൽ വേണമെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ സ്കെയിൽ ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ച്. ഇപ്പോൾ എൻ്റെ മില്ലിമീറ്ററിലാണ് അതൊക്കെ എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നിന് കാണാം.
മില്ലിമീറ്ററിലാണ് ഇത് കിടക്കുന്നത്, കണ്ട 2 100 ഇതൊക്കെ MM കിടക്കുന്നത്. സോ ഞാനതിനെ 0.001, ഓക്കെ 20 ആയതുകൊണ്ടാണ്. മീറ്ററിൽ തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് വെച്ചാൽ എനിക്ക് 1 തന്നെ കൊണ്ടുവരാം. പക്ഷേ എൻ്റെ ഇവിടെ MM അതുകൊണ്ട് ഞാൻ MM കൊണ്ട്. ഇത് നിങ്ങൾ ഒന്നാക്കി കൊണ്ടുവന്നാലും കുഴപ്പമൊന്നുമില്ല, അത് നമുക്ക് അവിടെ പോയിട്ട് സ്കെയിൽ ചെയ്യാം. അത് ഞാൻ ആദ്യം തന്നെ സ്കെയിൽ ചെയ്യുന്നു എന്നുള്ളൂ. മീറ്റർ ആണെങ്കിൽ 1 കൊടുത്താൽ മതി, സെൻറ്റിമീറ്റർ ആണെങ്കിൽ 0.01, മില്ലിമീറ്റർ ആണെങ്കിൽ 20, സെൻറ്റിമീറ്റർ ആണെങ്കിൽ 1 മീറ്റർ ആണെങ്കിൽ ഒന്നും വേണ്ട, ഓക്കെ ജസ്റ്റ് 1 മതി. അപ്പോൾ ഞാൻ ഇപ്പോൾ 001 ക്ലിക്ക് ചെയ്തിട്ട് ഇമ്പോർട്ട് ചെയ്യുന്നു. ഇമ്പോർട്ട് കണ്ടോ. അപ്പോൾ എൻ്റെ 2 മീറ്ററിൻ്റെ സൈസുള്ള ക്യൂബാണിത്. ഈ ക്യൂബ് ഡിലീറ്റ് ചെയ്യാം. ഡിഫോൾട്ട് ക്യൂബ് എന്ന് പറയുന്നതിന്, ഈ ഡിഫോൾട്ട് ക്യൂബ് നമുക്ക് 2 മീറ്റർ ആണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. അതുകൊണ്ട് തന്നെ 2 100 ഇതാണ് ഇവിടെ മുതൽ ഇതുവരെ വരുന്നത്. ഏകദേശം സെയിം ഡയമെൻഷൻ തന്നെയാണ് വന്നിട്ടുള്ളത് എനിക്ക് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. അപ്പോൾ ഞാൻ ഇത് ഡിലീറ്റ് ചെയ്യാണ്, ക്യൂബ് ഡിലീറ്റ് ചെയ്തു. ഞാൻ ടോപ്പ് വ്യൂവിലേക്ക് വന്നു. ടോപ്പ് വ്യൂ ഓക്കെ. ഞാൻ നിങ്ങൾക്ക് വിട്ടുപോയ കാര്യമുണ്ട് ഇത്രയും നേരം സംസാരിച്ചിട്ട്. നമ്മുടെ ഷോർട്ട് കട്ട്, അതായത് നമുക്ക് ഈ വ്യൂസ് ഇല്ലേ, ഇപ്പോൾ ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ടാബിൻ്റെ അവിടെ എങ്ങനെ ക്ലിക്ക് ചെയ്യാൻ, ടാബിൻ്റെ മുകളിൽ, ടാബിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ബട്ടൺ ഉണ്ട്, ഒരു കോമൺ പോലത്തെ, ആ ബട്ടൺ ക്ലിക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് വ്യൂസിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ആവാം. അതിന് പകരം നിങ്ങൾക്ക് നിങ്ങളെ കീബോർഡിൽ വ്യൂ പോർട്ട് ഉണ്ടല്ലോ, അത് മാറണമെങ്കിൽ, അതായത് ലെഫ്റ്റ് റൈറ്റ് ഒക്കെ മാറണമെങ്കിൽ നമ്പർ പാഡിൽ 7 ആണ് ടോപ്പ് വ്യൂ. 8 ക്ലിക്ക് ചെയ്യുകയാണെങ്കിലോ 9 ക്ലിക്ക് ചെയ്താലൊക്കെ വ്യൂ മാറും. അപ്പോൾ 1 ക്ലിക്ക് ചെയ്താൽ ഫ്രണ്ട് വ്യൂ, നിങ്ങൾക്ക് ഇവിടെ കാണാല്ലേ ഫ്രണ്ട് ഓർത്തോഗ്രാഫിക്. 3 ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ റൈറ്റ് ക്ലിക്ക്, കൺട്രോൾ 3 ക്ലിക്ക് ചെയ്യണമെങ്കിൽ ലെഫ്റ്റ്, കൺട്രോൾ ക്ലിക്ക് ചെയ്യാൻ നേരെ ഓപ്പോസിറ്റ് വരും, വെറും 3 ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ റൈറ്റ്. അതുപോലെ തന്നെ 7 ക്ലിക്ക് ചെയ്ത ടോപ്പ്, കൺട്രോൾ 7 ക്ലിക്ക് ചെയ്ത ബോട്ടം, ഇതൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാല്ലേ. സോ ഞാൻ ഇപ്പോൾ 7 തന്നെ ക്ലിക്ക് ചെയ്ത് ടോപ്പിലേക്ക് വന്നു. ഓക്കെ, ഇപ്പം എനിക്ക് എന്തായി, എൻ്റെ ഓട്ടോകാഡ് ഇതിലേക്ക് ഇമ്പോർട്ടായി. ഇനി ഞാൻ ചെയ്യുന്ന രീതിക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ പ്ലെയിനാണ് ഇമ്പോർട്ട് ചെയ്യല്. രണ്ട് രീതി ഉണ്ട്. ഒരു രീതി ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. മറ്റേത് വേറൊരു പ്ലെയിൻ നമുക്ക് ബാക്കിൽ പ്ലേസ് ചെയ്തിട്ട് ഈ ലൈൻസിന് അതിലേക്ക് നൈഫ് ടൂൾ പോലെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ബാക്കിൽ വരുന്ന പ്ലെയിനൊക്കെ ഈ ഷട്ടേഴ്സ് പോലെ കട്ടാവും. എന്നിട്ട് നമുക്ക് ഓരോ ഷട്ടേഴ്സിനും വേറെ ആക്കിയിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഒരു മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ്. ഒന്നാമത്തെ മെത്തേഡ് നോർമൽ മെത്തേഡ് 3ds Maxലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ. അപ്പം നമ്മൾ 3D കഴ്സറാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. 3D കഴ്സറിനെ ഞാൻ ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്യണം റൈറ്റ് ബട്ടൺ, അത് ഞാൻ ഇവിടെ വന്ന് പ്ലേസ് ചെയ്യണം. അപ്പോൾ എന്തുകൊണ്ട് പ്ലേസ് ആവണമെന്നില്ല വെച്ചാൽ നമ്മൾ ഇതെല്ലാം ഡിഫോൾട്ടിലേക്ക് ഫാക്ടറി റീസെറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ വെർട്ടക്സിലെ അതൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ സ്നാപ്പിൽ വെർട്ടക്സ് ഓഫാണ്. അപ്പോൾ ഇപ്പോൾ വെർട്ടക്സ് ഓക്കെ ആക്കിയിട്ടുണ്ട് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് ഓഫാണ്. നമ്മുടെ എന്താ പറയുക, സ്നാപ്പ് ഓഫാണ്. സ്നാപ്പും കൂടി ഓൺ ആക്കിയിട്ടുണ്ട്, വെർട്ടക്സ് ഓണാക്കി. ഓക്കെ, രണ്ടും ഓണാക്കിയിട്ടുണ്ട്. ഇനി ഇതിൽ പറയാനുള്ളത് റൊട്ടേറ്റും സ്കെയിലും കൂടി ഓണാക്കുക. മൂവ് മാത്രമേ ഇപ്പോൾ സ്നാപ്പിൽ ഓൺ ആയിട്ടുള്ളൂ. റൊട്ടേറ്റും സ്കെയിലും കൂടി ഓണാക്കുക. മൂന്നും ഓണാക്കി. ഇനി എനിക്ക് പുതിയൊരു ഒബ്ജക്റ്റ് ഇവിടെ കൊണ്ടുവരാൻ പറ്റും. ഷിഫ്റ്റ് A ക്ലിക്ക് ചെയ്യുന്നു, മെഷ് എടുക്കുന്നു, പ്ലെയിൻ എടുക്കുന്നു. ഓക്കെ, G ക്ലിക്ക് ചെയ്യുന്നു. G ആണ് നമ്മളെ മൂവ് ടൂളിൻ്റെ ഷോർട്ട് കട്ട്. G ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പം നിങ്ങൾക്ക് ഷോർട്ട് കട്ട് ഇവിടെ കാണുന്നില്ലല്ലേ. ഞാൻ എൻ്റെ ഇത് കൊണ്ടുവരാൻ പറ്റും. സോറി, എൻ്റെ എന്താ പറയുക, ആഡ് ഓൺസ് ഒക്കെ അൺഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. സോ ഞാൻ ഇവിടെ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കരുതുന്നത്. അതല്ലെങ്കിൽ ഞാൻ ചെക്ക് ചെയ്തോട്ടെ. സ്ക്രീൻ കാസ്റ്റ് ആഡ് ഓൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. സ്ക്രീൻ അതിലുണ്ട്, അതല്ല ഇത്. ഓക്കെ, അപ്പോൾ ആ ഒരു ആഡ് ഓൺ ഞാൻ എനേബിൾ ചെയ്തിട്ടുണ്ട്. ഇനി എന്നെ ക്ലിക്ക് ചെയ്ത് സ്ക്രീൻ കാസ്റ്റ് വന്നു. ഇതിപ്പോൾ ഓൺ ആയിട്ടാണ് കാണുന്നത്, പക്ഷേ ചിലപ്പോൾ ബഗ് ഉള്ളതുകൊണ്ട് കറക്റ്റ് വർക്ക് ചെയ്യണമെന്നില്ല. ഓക്കെ, ഇപ്പോൾ വർക്ക് ചെയ്തിട്ട് G ക്ലിക്ക് ചെയ്തിട്ട് മൂവ് ചെയ്യാണ്. മൂവ് ചെയ്യുമ്പോൾ എനിക്ക് എന്താ പറയുക, ഓട്ടോമാറ്റിക് സ്നാപ്പ് ആവുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക് സ്നാപ്പിങ് ഇഷ്ടമല്ല, ഞാനത് ഓഫ് ചെയ്യല. പകരം കൺട്രോൾ ക്ലിക്ക് ചെയ്തിട്ട് ആവശ്യമുള്ള സമയത്ത് സ്നാപ്പ് ചെയ്യലാണ് പതിവ്. ഓക്കെ, അപ്പോൾ ഇത്രയും കൂടെ അടുത്ത് വന്നിട്ട് ഞാൻ കൺട്രോൾ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ അത് സ്നാപ്പ് ആവണമെന്നുണ്ട്. പക്ഷെ സ്നാപ്പ് ചെയ്യുമ്പോഴും ഈ വിഷയം എന്താ വെച്ചാൽ എൻ്റെ ടോപ്പിലെ ഭാഗം സ്നാപ്പാണ്, അതായത് ഈ പോയിൻ്റ് സ്നാപ്പാണ്. അപ്പോൾ അത്തരം ഘട്ടങ്ങളിൽ നമുക്ക് ഇങ്ങനെ ഏകദേശം അടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് നമുക്ക് കാഡിൽ കാണിക്കുന്ന പോലെ ബേസ് പോയിന്റ് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ G ക്ലിക്ക് ചെയ്തതിനു ശേഷം B ക്ലിക്ക് ചെയ്യുക. ബേസ് പോയിന്റിന്റെ ഷോർട്ട് ഫോം B. ഇവിടെ നിങ്ങൾക്ക് താഴെ കാണാല്ലേ, ഈ ഏറ്റവും താഴെ നിങ്ങൾക്ക് കാണാല്ലേ കൺഫേം, ക്യാൻസൽ, XYZ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, എൻ്റെ ടാസ്ക് ബാറിൻ്റെ മുകളിൽ തന്നെ ഷോർട്ട് കട്ട് കാണിക്കില്ല, അതിലുണ്ട്. B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് പോയിന്റ് ആണ്. ഓക്കെ, പുതിയൊരാൾ ജോയിൻ ചെയ്യുന്നുണ്ടോ ഡൗട്ട് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സംസാരിച്ചു വന്നത് ബേസ് പോയിൻ്റിൻ്റെ കാര്യമാണ്. G ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പുതിയ എന്താ പറയുക ഷട്ടർ കൊണ്ടുവരാൻ പറ്റി. ഓക്കെ, പിന്നെ അപ്പോൾ ഈ ഷട്ടറിന് ഇപ്പോൾ നമ്മൾ ഓരോ ഷട്ടറേ നമ്മൾ ചെയ്യണുള്ളൂ.
പിന്നെ ഈ കഴ്സർ, ഓക്കെ ഞാനിത് ഓണാക്കുന്നുണ്ട്. കഴ്സർ ഇവിടെ വന്നിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ പെട്ടെന്ന് ചെയ്ത് വേണം എസ് ക്ലിക്ക് ചെയ്യുക. എസ് ക്ലിക്ക് ചെയ്യുമ്പോൾ പിവട്ട് പോയിന്റിലേക്കാണ് പോയിട്ടുള്ളത്. അതൊക്കെ നമ്മൾ ആദ്യം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ 3D കഴ്സറിലേക്ക് മാറ്റി. എസ് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ ഓക്കെ, ഇത് ഒരു ഏകദേശം സെയിം തന്നെ വന്നിട്ടുള്ളത്. ഞാൻ വീണ്ടും ഇവിടെ പ്ലേസ് ചെയ്യുന്നു. ഷിഫ്റ്റ് 6 ക്ലിക്ക് ചെയ്താൽ റിപ്പീറ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടും. പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ കോപ്പി ചെയ്യുക, ടോപ്പിലേക്ക് കൊണ്ടുവരിക, പ്ലേസ് ചെയ്തു. 3D കഴ്സറിനെ അവിടെ കൊണ്ടു വെച്ചു. ഞാൻ സ്പൂളിലാണ് ചെയ്യുന്നത്, എൻ്റെ ഒരു സ്പൂളിൽ. ഓക്കെ, ഇങ്ങനെ ചെയ്തു. പിന്നെ ഇങ്ങനെ ചെയ്തു. ഓക്കെ, സംഭവം നമ്മളെ ക്ലാസ്സിൽ നിന്ന് അത്യാവശ്യം സമയം എടുത്തിട്ടാണ് ചെയ്തത്. നിങ്ങളാരും ഇതുവരെ ഡൗട്ട്സ് ഒന്നും ചോദിച്ചില്ല. ഓക്കെ, എന്തായാലും ടെസ്റ്റ് അടിച്ചു. വീണ്ടും ഇവിടെ വന്ന് പ്ലേസ് ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു ചെറിയ കട്ട് ഉണ്ട്, അതിന് വേണമെങ്കിൽ നമുക്ക് 2 ആക്കാം. ഒരു കോപ്പി എടുത്ത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ആക്കിയില്ലേ. ഇനി ഇവിടെ ടോപ്പിൽ അതും പ്ലേസ് ചെയ്യാം. അപ്പോൾ നമ്മൾ സെയിം സംഭവം തന്നെ കോപ്പി ചെയ്തത്, പക്ഷെ നമുക്ക് എസ് അടിച്ചിട്ട് വൈയിൽ ചെറുതാക്കിയിട്ടുണ്ട്. ഇതെല്ലാം സ്കെയിൽ അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ. സ്കെയിൽ എന്തായാലും അപ്ലൈ ചെയ്യണം, ലാസ്റ്റ് അപ്ലൈ ചെയ്താൽ മതി. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ടെക്സ്ചറൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യണം നേരത്തെ. സ്കെയിൽ കറക്റ്റ് അല്ലെങ്കിൽ ടെക്സ്ചർ അതുപോലെ സ്ട്രെച്ച് ചെയ്തെടുക്കും. സ്ട്രെച്ചിങ് ഉണ്ടാവാതിരിക്കാൻ സ്കെയിൽ അപ്ലൈ ചെയ്യണം. പിന്നെ സ്ട്രെച്ചിങ് മാത്രമല്ല, പല കാര്യങ്ങളും സ്കെയിൽ നമ്മൾ അപ്ലൈ ചെയ്തില്ലെങ്കിൽ അത് അതിനനുസരിച്ച് അവിടെ നമുക്ക് അതിൻ്റെ ഒരു പ്രോബ്ലം ഫീൽ ആവും. അപ്പോൾ ഇതൊക്കെ ഫില്ലറാണ്. ഫില്ലറൊക്കെ നമ്മളിതുപോലെ എന്താ പറയുക, ഷട്ടർ കോപ്പി ചെയ്തിട്ട് ചെയ്യണം. ഇനി ഇവിടെ ഒരു ഇത് വരുന്നുണ്ട്, എന്താ പറയുക, ഒരു ഡോറും കൂടി വരുന്നുണ്ട്. അതിൻ്റെ മുകളിൽ മിററുണ്ട്. ആ മിററും കൂടി സെറ്റ് ആക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം നമ്മൾ പെട്ടെന്ന് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു വാളാണ്. ഇത് ഞാൻ ഇനി ഇങ്ങനെ സെലക്ട് ചെയ്യണേ. അപ്പോൾ നമുക്കൊരു കാര്യം ശ്രദ്ധിച്ചോ, നമ്മളെ ഇതും എന്താ സെലക്ട് ആവുന്നുണ്ട്. നമ്മളെ ബാക്കിൽ വരുന്ന പ്ലാന് നമുക്ക് എന്ത് ചെയ്യാം. പ്ലാൻ ഇപ്പോൾ കർവിലാണ് കിടക്കുന്നത്. അതാണ് ഇവിടെ കർവിൻ്റെ ഇനം. അതായത് മെഷ് ഉണ്ട്, കർവുണ്ട്. ഇതാണ് മെഷിൻ്റെ ഇനം. മെഷ് ട്രയാങ്കിൾ, ഇത് കർവിൻ്റെ ഇനാണ്. അപ്പോൾ പ്ലാനൊക്കെ കർവിലാണ് വന്നിട്ടുള്ളത്. ഈ കർവിനെ നമുക്ക് Ctrl+G ക്ലിക്ക് ചെയ്ത് ടൈപ്പിൽ ഒറ്റയടിക്ക് സെലക്ട് ചെയ്യാം. കാരണം കർവായിട്ട് വന്നുള്ള എല്ലാ ടൈപ്പിനെയും നമ്മൾ ഒറ്റയടിക്ക് സെലക്ട് ചെയ്യുന്ന രീതി ഞാൻ കാണിച്ചത്. അതൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അപ്പോൾ ഇതിനെ നമ്മൾ വേറൊരു പ്ലേസിലേക്ക് മാറ്റുക. അതായത് പ്ലാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൾഡർ ഉണ്ടാക്കുക. കളക്ഷൻ, ഞാൻ നേരത്തെ പറഞ്ഞത് ഔട്ട്ലൈനറാണ്. അപ്പോൾ ഇവിടെ ഒരു കളക്ഷൻ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പേര് പ്ലാൻ എന്നാണ്. ഇത് നമുക്ക് ഫ്രീസ് ചെയ്യണം. അപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു ഇതെടുക്കാണ്ട്. ഇതൊക്കെ നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞാൽ, കുറച്ച് വെച്ചാൽ 2ാമത്തെ 3ാമത്തെ ക്ലാസ്സിൽ പറയാനുള്ള കാര്യമാണ് ഞാൻ ഇവിടെ പറയാന്നുള്ളൂ. ഫ്രീസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീസായി. ഓക്കെ, ഇത് ഫ്രീസായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് സെലക്ട് ആവില്ല. പകരം ബാക്കി കളക്ഷനിൽ എന്താണോ കിടക്കുന്നത് അത് മാത്രമേ സെലക്ട് ആവുള്ളൂ. പിന്നെ നമുക്ക് ഈ ഒരു ലൈറ്റൊക്കെയാണ് അവിടെ കിടക്കുന്നത്, അത് വേണ്ട. ഇതിന് മാത്രം സെലക്ട് ചെയ്തിട്ട് ഞാനിവിടെ എൻ്റെ 3D കഴ്സറിനെ വെച്ചിട്ടുണ്ട്. 6 ക്ലിക്ക് ചെയ്യുന്നു, എക്സ് ക്ലിക്ക് ചെയ്യുന്നു. ഇതിനിങ്ങനെ ഇതിലേക്ക് എന്തെന്ന് പറയാം, റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ പ്ലേസ് ചെയ്ത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ, ഇതിനെ ഞാനിങ്ങനെ ഇങ്ങനെ പൊക്കി വെച്ചിട്ടുണ്ട്. ഇനി എനിക്ക് ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ട് ഒന്ന് Ctrl+A ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് അപ്ലൈ ചെയ്യുക. സ്കെയിലും റൊട്ടേറ്റും. ഇപ്പോൾ റൊട്ടേഷനും നമ്മൾ ചെയ്തല്ലോ, അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്തില്ല 90 ഡിഗ്രി. അതേപോലെ തന്നെ സ്കെയിലും ഞാനിപ്പോൾ ഇതിൽ പലതും ഒരെണ്ണം പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രെച്ച് ചെയ്തിട്ടാണ് ഇത് സ്കെയിൽ ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ എല്ലാം കൂടി അവസാനം Ctrl+A ക്ലിക്ക് ചെയ്തിട്ട് ഇതാക്കിയത്. അതിപ്പോൾ എത്ര വട്ടം വേണമെങ്കിൽ ചെയ്യാം. ഇവിടെ നിന്നും ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇങ്ങോട്ട് മാറ്റിയതിന് ശേഷം ചെയ്യാം. ഒരു വട്ടം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആവശ്യമില്ല. ഒരിക്കൽ നമ്മൾ കൺഫേം ആണ് ഇത് ചെയ്തിട്ട് എങ്കിൽ പിന്നെ പ്രശ്നമില്ല. ഇനി ഞാനിപ്പോൾ ഇതിന് ഷട്ടറിൻ്റെ തിക്നെസ് കൊടുക്കണം. അപ്പോൾ ഞാൻ 3D കഴ്സർ ഞാനിതിന് എന്ത് ചെയ്യണേ, നമ്മളെ ഇതിലേക്ക് കൊണ്ടുവരാണ്. ഓക്കെ, ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്ന് ഇതിന് ഇതേപോലെ തന്നെ ഒരു തിക്നെസ് കൊടുക്കുകയാണ്. അതിന് ഞാൻ ഇവിടെ വന്നിട്ട് ടാബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് മോഡിലേക്ക് പോകും. എന്നിട്ട് ഇതിനൊരു തിക്നെസ് ഒരു 20 കൊടുക്കേണ്ടത്. അതിപ്പോൾ മീറ്ററിലാണ് കൊടുക്കുന്നത്. 0.02 മീറ്ററിലായതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ കണ്ടോ, ഇപ്പോൾ നമുക്ക് അത്യാവശ്യം ഷട്ടേഴ്സ് ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു ബാക്കിലേക്ക് ഒരു കാർ കേസ് ഉണ്ടാവല്ലോ, അത് വേണമെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് തന്നെ ചെയ്യാം. ഈ ഒരു ഫില്ലർ മാത്രം പിടിച്ചിട്ട് ബാക്കിലോട്ട് സ്കെയിൽ ചെയ്യാം. നമ്മൾ ഒരു ഇല്യൂഷനാണല്ലോ ചെയ്യുന്നത്, അല്ലാതെ നമ്മളെല്ലാം ബാക്കിലൊക്കെ അതുപോലെ ചെയ്യാൻ നിർബന്ധമൊന്നുമില്ല. നമുക്ക് എന്താ പറയുക, ക്ലയൻറ്റിനെ കറക്റ്റ് അതൊരു വാർഡ്രോബായിട്ട് തോന്നിപ്പിച്ചാൽ മതിയല്ലോ. അപ്പോൾ തോന്നാൻ മാത്രമുള്ള വർക്ക് ചെയ്താൽ മതി. അല്ലാതെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളതിൻ്റെ നെട്ടും ബോൾട്ടൊന്നും ഫിറ്റ് ചെയ്യാൻ പോകാറില്ലല്ലോ. അപ്പോൾ നമ്മൾ ആവശ്യമുള്ള രീതിക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത്ര മതി. ഇനി ഇവിടെ 2 സൈഡിലും വാൾ വരികയാണെങ്കിൽ ആ സൈഡിൽ വാൾ വരുന്നുണ്ട് ഓൾറെഡി. അപ്പോൾ അവിടെ വേണമെങ്കിൽ വാൾ ഇതുപോലെ പ്ലേസ് ചെയ്യാം. വാളിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ക്യൂബ് കൂടി കൊടുക്കുക, ഒരു പ്ലെയിന് അറ്റാച്ച് ചെയ്യാണ്.
ഓക്കെ. പിന്നെ അതേപോലെ തന്നെ ഇവിടെയും ആൾ വരുന്നുണ്ടെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലത്തെ ഒരു മെഷ് എന്തെങ്കിലും ഇപ്പോൾ ഈ ഒരു സംഭവം തന്നെ ഞാൻ എന്ത് ചെയ്യണം, അത് കോപ്പി എടുത്തിട്ട് ക്ലിക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ 3D കർസർ അവിടെ കൊടുന്ന് വെച്ചിട്ട് ഇങ്ങനെ സംഭവം ഈസിയാണ് കേട്ടോ. നിങ്ങളിങ്ങനെ ഫസ്റ്റ് ടൈം കാണുമ്പോൾ എന്തൊക്കെ തോന്നുന്നുണ്ടാവും ഒരു പക്ഷേ, അതൊന്നുമില്ല, ഇത്രേ വരുള്ളൂ. ബാക്ക് സൈഡ് നമ്മൾ പോയി നോക്കുമല്ലോ, ബാക്കിലും വാളുണ്ടാവും സ്വാഭാവികമായിട്ടും. വേണമെങ്കിൽ ആ വാളിനെ ഞാൻ എക്സ്ട്രൂഡ് ചെയ്യാം. ഇവിടെ 3 ക്ലിക്ക് ചെയ്യുന്നു, എക്സ്ട്രൂഡ് ചെയ്യുന്നു, ഇവിടുന്ന് എക്സ്ട്രൂഡ് ചെയ്യുന്നു. ഇത് ഞാൻ ഈ പിവോട്ട് പോയിന്റ് ഒന്ന് ഓണാക്കണ്ടേ, അല്ല ഗിസ്മോസ് ഒന്ന് ഓണാക്കണം. ഗിസ്മോസ് ഓണാക്കാത്തതുകൊണ്ടാണ് കാണുമ്പോൾ നമുക്ക്. ഓക്കെ, ഗിസ്മോസ് ഓണാക്കി. അതാണ് ഈ ഒരു സംഭവം XYZ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുക നോർമൽ രീതിക്ക്. പിന്നെ ഇവിടെ ഒരു മിറർ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ കാഡിൽ. ആ മിറർ ഈസി ആയിട്ട് നമുക്ക് ചെയ്യുവാണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, ഫേസ് ക്ലിക്ക് ചെയ്യുന്നു, ക്ലിക്ക് ചെയ്ത് ഇൻ്റർഫേസ് ചെയ്യുന്നു. വേണ്ട രീതിക്ക് ഒരു മെഷർമെൻറ്റ് വേണമെങ്കിൽ 50 കൊടുക്കേണ്ട ആവശ്യമില്ല, മീറ്ററിലാണല്ലോ, ഞാൻ വിട്ടുപോയി. ക്ലിക്ക് ചെയ്യുന്നു, ക്ലിക്ക് ചെയ്യുന്നു, 0.005, 0.0 വേണ്ട, 0.05. ഓക്കെ, മനസ്സിലായി. ക്ലിക്ക് ചെയ്യുന്നു, 0.05. ഓക്കെ, ഡൺ. ഇതാണ് മിററിൻ്റെ പാർട്ട് വരുന്നത്. വേണമെങ്കിൽ എന്ത് ചെയ്യാം, കുറച്ച് പുറത്തൊക്കെ ഉള്ളിലോട്ടോ മിററിൻ്റെ പാർട്ട് വേണമെങ്കിൽ എക്സ്ട്രൂഡ് ചെയ്യാം. അതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച്. കൺട്രോൾ പ്ലസ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് രണ്ടും സെലക്ട് ചെയ്ത് കിട്ടും. ഇതിൻ്റെ കൂടെ വരുന്ന ജോയിൻ്റ് ഒക്കെ സെലക്ട് ചെയ്ത് കിട്ടും. ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം മിറർ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ ഷട്ടർ വേറെയാണ്, ഇതൊക്കെ വേറെയാണ്, മനസ്സിലായോ? അപ്പോൾ ഇങ്ങനത്തെ പിന്നെ ഇതിനൊക്കെ മെഷേഴ്സും അല്ല മെറ്റീരിയൽസ് ഒക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ കൂടുതൽ പിന്നെ കൺട്രോൾ എസ് അടിച്ച് നമുക്ക് സേവ് ചെയ്യാം. ഒക്കെ എവിടെയെങ്കിലും സേവ് ചെയ്ത് വെച്ചാൽ നല്ലതാണ്. ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ക്ലാസ് 1 ഒക്കെ സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ബേസിക് മെത്തേഡ്. ഇമ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു വാർഡ്രോബ് ആക്കാനുള്ളത്. പിന്നെ ഹാൻഡിൽസ് കൊണ്ടുവെക്കാം. ഹാൻഡിൽസൊക്കെ നമ്മളതിൽ കുറച്ച് കളക്ഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ നേരത്തെ കാണിച്ച പോലെ ഇവിടെ നിന്നിട്ട് വലിച്ച് ഇങ്ങനെ ഇടാനേ ഉള്ളൂ. പക്ഷെ ഇപ്പം നമ്മളതൊന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഏറ്റവും ബേസിക്കിൽ നിന്നാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. നമ്മളിപ്പോൾ ഒരു കുറച്ച് സെറ്റപ്പ് ഒക്കെ ഉണ്ട്, അതൊക്കെ മാറ്റി കഴിഞ്ഞാൽ ഇതൊന്നല്ല കാര്യങ്ങൾ. പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇനിയും പറയാൻ എനിക്ക് സമയം ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് കൂടുതൽ പറഞ്ഞു തരാൻ ആഗ്രഹമുണ്ട്. പിന്നെ ഞാനിനി എൻ്റെ ഒരു വർക്ക് ഫ്ലോയിലുള്ള സംഭവം കാണിച്ചു തരാം. അതിപ്പോൾ ഓൾറെഡി സേവ് ആണല്ലോ. അപ്പോൾ ഇതിലിനി കൂടുതൽ പറയാൻ ഇപ്പോൾ തൽക്കാലമില്ല. മോഡലിങ്ങിൻ്റെ കേസ് ഞാൻ പറഞ്ഞു. എൻ്റെ ബേസിക്കലി എൻ്റെ ഇത് കിടക്കുന്നത് ഞാൻ കാണിക്കാം. അപ്പോൾ ഇത് ഞാൻ എന്താ പറയുക, ആദ്യം ഇതൊന്ന് ക്ലോസ് ചെയ്യുന്നുണ്ട്, ബ്ലെൻഡർ ഒന്ന് ക്ലോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിന് ഞാൻ യൂട്യൂബിലേക്ക് മാറ്റുന്നു. മൈ സെറ്റപ്പ് ഇതാണ്, അത് ഞാൻ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരുന്നു. ഇതാണ് എൻ്റെ സെറ്റപ്പ്. ഇപ്പോൾ ഞാൻ എൻ്റെ സെറ്റപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ബ്ലെൻഡർ ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ബ്ലെൻഡർ ഓപ്പൺ ചെയ്യുമ്പോൾ എൻ്റെ സെറ്റപ്പിലേക്ക് തിരിച്ചു വരിക. ഇതാണ് എൻ്റെ സെറ്റപ്പ്. ഇതിൽ 2 ഔട്ട്ലൈനർ കാണാനുണ്ടാവും. ഇവിടെ നമ്മൾ മെഷ് കുറേ കളറും കാര്യങ്ങളൊക്കെ ഇവിടെ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ നമ്മൾ ലാസ്റ്റ് ചെയ്ത സംഭവം ഉണ്ടല്ലോ, അത് ഞാൻ അതിലേക്ക് കൊണ്ടുവരികയാണ്. അതായത് നമ്മളെ എന്താ പറയുക, വാർഡ്രോബ്. ഞാൻ ഇതിന് പെട്ടെന്ന് ഇതിനൊരു കളർ കൊടുക്കുകയാണ്. ഗ്രീൻ കൊടുത്ത് നോക്കട്ടെ. ഇതിനൊക്കെ ഗ്രീൻ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നിനും വിളിച്ചിടേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ടതൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഇതിന് ഒരു വട്ടം ക്ലിക്ക് ചെയ്തിട്ട് കൺട്രോൾ ലിങ്ക് മെറ്റീരിയൽ കൊടുത്താൽ അത് നടക്കും. ഈ ഒരു സംഭവം വേറെ കളർ കൊടുക്കുക. ഈ പുറം അതുപോലെ ഈ ഫ്രെയിമൊക്കെ വേറെ കളർ കൊടുക്കുകയാണ്. ഈ സ്കേർട്ടിങ് അടക്കം വേറെ കൊടുക്കാം. ഒരു വൈറ്റ് ഫിനിഷ് ഇതിനെ കൊടുക്കുക. ഓക്കെ, വൈറ്റ് ഇങ്ങനത്തെ ഒരു കളർ കൊടുക്കുകയാണ്, ഒരു ലൈറ്റ് ഗ്രീൻ. എന്നിട്ട് ഇതിന് ലാസ്റ്റ് സെലക്ട് കൊടുക്കുക. ഇതൊക്കെ ഞാൻ പെട്ടെന്ന് പോവാണ്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ കൂടുതൽ പറയുന്നുണ്ട് പിന്നീട്. പിന്നെ ഇതിൻ്റെ ഷട്ടറും അതുപോലെ തന്നെ ഈ ഒരു കളർ കൊടുക്കുകയാണ്. ഇതിന് മിറർ കൊടുക്കണം. അതിന് ഞാൻ ഇവിടെ മിറർ ഉണ്ട് എൻ്റെ കയ്യിൽ. മിറർ സേവ്ഡ് ഉള്ള മിറർ എടുത്ത് ഇവിടെ പ്ലേസ് ചെയ്യാം. അപ്പോൾ ഇത് മിറർ ആയിട്ടുണ്ട്. ഇത് റെൻഡർ മോഡിലേക്ക് പോയിട്ടുണ്ട്. റെൻഡർ മോഡിൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ HDRI ഓണാക്കുന്നുണ്ട്. HDRI ഓണാക്കിയിട്ടുണ്ട്. HDRI ഓണാക്കിയിട്ട് ഇതിലിപ്പോൾ നല്ലൊരു HDRI വേറെ കൊടുക്കാം. ഈ HDRI എടുത്ത് കണ്ടാ നിങ്ങൾക്ക് കാണാമല്ലോ അത്യാവശ്യം. പിന്നെ ഇതിലെ ഒരു കാര്യമുള്ളത്, ഈ ഡോറുകൾ തമ്മിൽ ചെറിയ ഗ്യാപ്പ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് വയർ ഫ്രെയിമിൻ്റെ കളറാണ് നിങ്ങൾ കാണുന്നത്. ഈ വയർ ഫ്രെയിം ഓഫ് ചെയ്താൽ അവിടെ ഗ്യാപ്പില്ല, കണ്ടാ ഗ്യാപ്പൊന്നും കാണാമല്ലോ. അപ്പോൾ ആ ഗ്യാപ്പ് ഉണ്ടാക്കാൻ ഈസിയാണ്. ചെറിയൊരു സ്കെയിൽ കൊടുത്താൽ മതി. ചെറിയൊരു സ്കെയിൽ കൊടുത്താൽ മതി. കൺട്രോൾ S ക്ലിക്ക് ചെയ്യുന്നു, X ക്ലിക്ക് ചെയ്യുന്നു, 0.5
സോറി, എനിക്കൊന്ന് ഇതിൻ്റെ യൂണിറ്റ് ഒന്ന് മാറ്റിടാം. യൂണിറ്റ് ഇപ്പോൾ മീറ്ററിലാണ്, അത് ഞാൻ മില്ലിമീറ്റർ ആക്കുന്നു. ഓക്കെ, Ctrl+S, അതുപോലെ തന്നെ ഇങ്ങനെ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കണ്ടോ ഒരു സംഭവം കണ്ടില്ലേ, ഇതിൽ ക്യാമറ ഉണ്ടാവും. ഓക്കെ, ക്യാമറ ഉണ്ട്. ഞാൻ ആ ക്യാമറനും കൂടി പ്ലേസ് ചെയ്യാൻ, കറക്റ്റ് പ്ലേസ് ചെയ്യാൻ. ക്യാമറയുടെ ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. എന്ത് ഫീൽഡ് ഓഫ് വ്യൂ, ക്യാമറയുടെ ഡയമെൻഷൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, നോക്കട്ടെ. ഈ ഡയമെൻഷൻ അല്ല, നമ്മൾ വേറെ ഡയമെൻഷൻ യൂസ് ചെയ്യുന്നുണ്ട്. റെസൊല്യൂഷൻ അതൊന്ന് മാറ്റിയിടാം. ലീവ്. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് HDR ഇത്ര കളർ വേണ്ടെങ്കിൽ HDRൻ്റെ ബ്രൈറ്റ്നെസ് കുറക്കാം. റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, ഇത് ഞാൻ തൽക്കാലം ഇങ്ങനെ ഫിക്സ് ചെയ്യണം. ഓക്കെ, ഞാൻ റെൻഡർ അടിക്കണം. F12 അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് റെൻഡറും കിട്ടും. ഇതൊക്കെ ജസ്റ്റ് ബേസിക്കലി പറഞ്ഞാണ്. ഇപ്പോൾ റെൻഡർ എടുക്കുന്നത് 4096 അത് വളരെ കൂടുതലാണ്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പറയുമ്പോൾ ഏറ്റവും ഈസി സ്പീഡിൽ വർക്ക് ചെയ്യാൻ എനിക്ക് തോന്നുന്നു റെൻഡറൊക്കെ GB തന്നെ എടുക്കുന്നത്. റെൻഡറൊക്കെ നമുക്ക് ഒരു ജസ്റ്റ് 50 മതി. 4000 50 മതി. ഓക്കെ, 50 ക്ലിക്ക് ചെയ്തിട്ട് നോയ്സ് 0.2 കൊടുക്കാം. ഞാൻ റെൻഡർ അടിക്കുകയാണ്. റെൻഡറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഡിനോയ്സ് മെത്തേഡ് ഇത്രയും സമയം എടുക്കില്ല. ഇതിപ്പോൾ മെത്തേഡ് ഓൾഡ് മെത്തേഡാണെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ആ ഗ്യാപ്പ് കാണാനില്ലേ നിങ്ങൾക്ക്? ഗ്യാപ്പൊക്കെ ഞാൻ കൊടുത്താൽ വളരെ ക്ലിയർ ആയിട്ടല്ല, അതുകൊണ്ടാണ് ഇത്രയും വന്നത്. അപ്പോൾ നമുക്ക് ടോട്ടലി ഇത്രയും സമയം എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ സേവ് ചെയ്യാൻ Alt+S ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ക്ലാസ് 1 സേവ് ചെയ്യണം. ക്ലാസ് ഓക്കെ, സേവ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഗൂഗിൾ മീറ്റിലേക്ക് റിട്ടേൺ വരികയാണ്. നിങ്ങൾ